പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഇന്ന് ലൈക്ക് ചെയ്യുക. സോളെ സഭാപ്രസംഗന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ദുഷ്ടന്മാരെ സംസ്കരിക്കുന്നത് ഞാൻ കണ്ടു, വിശുദ്ധ സ്ഥലത്ത് വ്യാപരിച്ചിരുന്നവരാണവർ. ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ രാജാവ് സഭാപ്രസംഗകനിലൂടെ താൻ ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച വലിയ ജ്ഞാനിയായ സോളമൻ പറയുകയാണ്, ദുഷ്ടന്മാരെ സംസ്കരിക്കുന്നത് ഞാൻ കണ്ടു, വിശുദ്ധ സ്ഥലത്ത് വ്യാപരിച്ചിരുന്നവരാണ് അവർ. ഇന്ന് അനേകം ദുഷ്ടന്മാർ വിശുദ്ധ സ്ഥലങ്ങളിലാണ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ രക്ഷപ്പെടുകയുമില്ല, രക്ഷപ്പെടാൻ ആരെയും അനുവദിക്കുകയുമില്ല. അവർ മാനസാന്തരപ്പെടുകയില്ല, മറ്റുള്ളവർക്ക് മാനസാന്തരത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങൾ നൽകുകയുമില്ല. അതിനെപ്പോഴും അവർ തടസ്സമായിരിക്കുകയും ചെയ്യും. നമുക്ക് ജീവിതം ഒരവസരമാണ്, അത് പ്രയോജനപ്പെടുത്തുക. ഓരോ വ്യക്തികളും നമുക്ക് ആത്മീയമായും ഭൗതികമായും ഉയരണമെങ്കിൽ നമ്മൾ ആ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുകയും ആത്മാർത്ഥമായി അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യണം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. വിശുദ്ധ സ്ഥലത്ത് വ്യാപരിക്കുന്ന ദുഷ്ടന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ഗ്രൂപ്പിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.